ഹലോ എവ്രി വൺ, നാച്ചു സാറാണ്. SSLC കഴിഞ്ഞ് +1 എത്തുന്ന സമയത്തും ഇംഗ്ലീഷിൽ നമുക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടായി കിടക്കുന്നത് ഗ്രാമർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. 6 യൂണിറ്റുകൾ, 19 ചാപ്റ്റേഴ്സ്, പുതിയ പുതിയ ഡിസ്കോഴ്സുകൾ, ഇതൊക്കെ വന്നപ്പോഴും ഗ്രാമർ പലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. പല ആളുകൾക്കും പല രീതിയിലാണ് പ്രശ്നങ്ങൾ. ഏതൊക്കെയാണ് ഗ്രാമർ ടോപ്പിക് എന്ന് അറിയില്ല സർ. എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ഗ്രാമർ ടോപ്പിക്കിനെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നറിയില്ല. 10ാം ക്ലാസ്സിലെ അതേ ടോപ്പിക്കുകൾ തന്നെയാണോ +1-ൽ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. സോ നമ്മൾ എക്സാം ഇത്രയും അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്കതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആൻഡ് ഗ്രാമറിൽ +1-ലേക്ക് എത്തുന്ന സമയത്ത് ടോപ്പിക്കുകളുടെ എണ്ണം കുറയുന്നുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച്, ഇഫ് ക്ലോസ്, എഡിറ്റിംഗ്, കൊഹിസീവ് ഡിവൈസസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഇത്രയും ടോപ്പിക്കുകളൊക്കെയാണ് പ്രധാനമായും, പിന്നെ സജഷൻസ്, ഇതൊക്കെയാണ് പ്രധാനമായും ചോദിക്കാറ്. ആൻഡ് ഈ ഒരു കോണ്ടന്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ടോപ്പിക്കാണ്. സർ, 10ാം ക്ലാസ്സിൽ ചെയ്ത എഡിറ്റിംഗിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് +1-ലുള്ളത്? വളരെ സിമ്പിൾ ആണ്. 10ാം ക്ലാസ്സിൽ എഡിറ്റിംഗിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യത്തിൽ എന്താണോ മിസ്റ്റേക്ക് അത് ഒന്നുകിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി +1-ൽ എത്തുന്ന സമയത്ത് മിസ്റ്റേക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവില്ല. സോ നമുക്ക് 2 പണി ചെയ്യാനുണ്ട്. ഒന്ന്, മിസ്റ്റേക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. 2, റെക്ടിഫൈ ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തീരുമാനമാവും, ഇതിൽ ഏതാണ് മിസ്റ്റേക്ക് എന്ന് എനിക്കറിയില്ല, എത്ര മിസ്റ്റേക്സ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. ആൻഡ് എത്ര മിസ്റ്റേക്സ് ഉണ്ട് എന്നാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എത്ര മാർക്കിനാണ് ചോദ്യം എന്ന് നോക്കിയാൽ മതി. 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഇതിൽ 4 മിസ്റ്റേക്സ് ഉണ്ടാവും. എത്ര മിസ്റ്റേക്സ് ഉണ്ടാവും? 4 മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇത് വായിക്കാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ആണ്. ദിസ് ഈസ് ഫ്രം ദ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ്ലഹേർട്ടി, അല്ലേ? സോ നമ്മളിതൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ 4 മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. നോക്കൂ. ദി യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡന്റ് ടു ഫ്ലൈയിങ്. ഇതാണ് 1ാമത്തെ സെന്റൻസ്. ഞാനിത് എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ. എങ്ങനെയാണ് ഞാൻ ഇതിനെ പ്രോസസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ദി യങ് സീഗൾ വാസ് നോട്ട് കോൺഫിഡന്റ് ടു ഫ്ലൈയിങ്. സോ ഞാൻ ഈ സെന്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദ യങ് സീഗൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല. ദ യങ് സീഗൾ. ഓക്കെ, ഞാനിത് വായിച്ചു പോവാം. ഓക്കെ, ദ യങ് സീഗൾ, കുഴപ്പമൊന്നുമില്ല. വാസ് നോട്ട് കോൺഫിഡന്റ് ടു ഫ്ലൈയിങ്, കുഴപ്പമൊന്നുമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു കുഞ്ഞു കുഴപ്പമുണ്ട്. അതായത് ഇവിടെ ടു ഫ്ലൈയിങ് എന്നുള്ളത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ടു ഫ്ലൈയിങ് എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ടു കഴിഞ്ഞാൽ നമ്മൾ വേർബിന്റെ ബേസ് ഫോമേ ഉപയോഗിക്കാറുള്ളൂ. സോ ടു ഫ്ലൈയിങ് എന്നുള്ളത് എന്താവും? ടു ഫ്ലൈ എന്നാവും. സോ ഇതാണ് 1ാമത്തെ മിസ്റ്റേക്ക്. ഇനി 2ാമത്തെ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് ഹിസ് മദർ. പ്രശ്നമൊന്നുമില്ലല്ലോ, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഇവിടെ ഈ സെന്റൻസ് മുഴുവൻ കിടക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. സോ ഒരിക്കലും എനിക്ക് ഇറ്റ് ഈസ് എന്ന് പറയാൻ പറ്റില്ല. എന്ത് പറയണം? വാസ് എന്ന് പറയണം. എന്ത് പറയണം? വാസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ് ഹിം അറ്റ് ലീസ്റ്റ്. അവിടെ തന്നെ പ്രശ്നം പറ്റി, അല്ലേ? എന്താ പ്രശ്നം? ഇവിടെ ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അറ്റ് ലീസ്റ്റ്. എന്താണ് പ്രശ്നം? അറ്റ് ലീസ്റ്റ് അല്ല, എന്താണ്? അറ്റ് ലാസ്റ്റ് ആണ്. അടുത്ത മിസ്റ്റേക്ക് കിട്ടിയോ? കിട്ടി. ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി റിയലൈസ്ഡ്. നോക്കിക്കോളെ, ഞാൻ ഇങ്ങനെ വായിച്ചു പോവാണ്. ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഓക്കെ, ഹി റിയലൈസ്ഡ്, അവൻ തിരിച്ചറിഞ്ഞു. റിയലൈസ്ഡ് കറക്റ്റ് ആണ്, V2 ആണ്. ഹിസ് സ്ട്രെങ്ത്, അവന്റെ ശക്തി തിരിച്ചറിഞ്ഞു. അപ്പൊ ഇവിടെ എവിടെയാ പ്രശ്നം കിടക്കുന്നത്? ആഫ്റ്റർ മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലാണ്. മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയരുത്. എന്ത് പറയണം? മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 2ാമത്തെ ചോദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. എഗെയിൻ ഇവിടെയും സെയിം 4 മാർക്കിനാണ് ചോദ്യം, 4 മാർക്സിനാണ് ചോദ്യം. സോ 4 മാർക്കിന് നമ്മൾ 4 മിസ്റ്റേക്സ് കണ്ടുപിടിക്കണം. നോക്കാം ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത്. നോക്കിക്കോളെ. ഓൺ 1959. നോക്കൂ, ഒരിക്കലും ഒരു ഇയറിന്റെ മുമ്പിൽ നമ്മൾ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ യൂസ് ചെയ്യില്ല. ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഇൻ 1959 ആണ്. സോ ആദ്യത്തെ മിസ്റ്റേക്ക് കിട്ടി. സിമ്പിൾ ആണ്. ഇൻ ദ ഏജ് ഓഫ് 17. അവിടെയും പ്രശ്നമുണ്ട്. ഇൻ ദ ഏജ് ഓഫ് 17, അവിടെ പ്രപ്പോസിഷണൽ മിസ്റ്റേക്ക് ആണ്. അവിടെ ഇൻ ദ ഏജ് ഓഫ് 17 എന്ന് പറയരുത്. എന്ത് പറയണം? അറ്റ് ദ ഏജ് ഓഫ് 17. സോ എപ്പോഴും ആലോചിക്കുക, ഒരു വരിയിൽ തന്നെ ചിലപ്പോൾ 2 3 മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഓരോ വരിയിൽ ഓരോ മിസ്റ്റേക്ക്, അങ്ങനെയൊന്നും എവിടെ റൂൾ ഒന്നുമില്ല. ഓക്കെ, സോ ഹോക്കിംഗ് വെന്റ് ടു ഓക്സ്ഫോർഡ്. കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല.
ടു സ്റ്റഡി, ടു കഴിഞ്ഞ V1 ആണ്, ടു സ്റ്റഡി നാച്ചുറൽ സയൻസ് ആൻഡ് ടു സ്പെഷ്യലൈസ് ഓൺ ഫിസിക്സ്, ആൻഡ് ടു സ്പെഷ്യലൈസ് ഓൺ ഫിസിക്സ്. ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യുക എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഏതാണ്? ഓൺ ഫിസിക്സ് അല്ല. എന്ത് ഫിസിക്സ് ആണ്? ഇൻ ഫിസിക്സ് ആണ്. എന്ത് ഫിസിക്സ് ആണ്? ഇൻ ഫിസിക്സ് ആണ്. He joined University College in Oxford and took his degree. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഇന്നിന് പകരം നിങ്ങൾ എന്ത് ഉപയോഗിച്ചോളണം? അറ്റ് ഉപയോഗിച്ചോളണം. കാരണം അവിടെ അറ്റ് ഓക്സ്ഫോർഡ് ഇൻ ഇംഗ്ലണ്ട് എന്നുള്ളത് ഇംപ്ലൈഡ് ആണ്. ഓക്കെ, സോ ഈ രീതിയിൽ എനിക്കറിയാം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കഴിഞ്ഞ വർഷം നിങ്ങൾ ഉപയോഗിച്ച കുറെ ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ എഡിറ്റിങ്ങിൽ, അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പൊടി തട്ടി ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു ചോദ്യം കൂടെ നമ്മൾ ചെയ്യാണ്. ചോദ്യം ഇങ്ങനെയാണ്: ലാസ്റ്റ് ഇയർ ഐ പേ ഹിം എ വിസിറ്റ്. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പാസ്റ്റ് ആയി. അപ്പൊ പിന്നെ ഒരിക്കലും പേ ഹിം എന്ന് പറയാൻ പാടില്ല. എന്ത് പറയണം? പെയ്ഡ് ഹിം എന്നാവണം. ഓക്കെ, സോ പേ എന്നുള്ള എന്താവും? പെയ്ഡ് ആവും. അടുത്തത് മുന്നോട്ട് വായിക്കുകയാണ്. ഐ തോട്ട് I would go and see how things was with him. അവിടെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? എനിക്കൊരു പ്രശ്നം തോന്നുന്നുണ്ട്. അവിടെ വാസിനൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഇവിടെ തിങ്സ് എന്ന് പറയുന്നത് പ്ലൂരലാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് തിങ്സ് പ്ലൂരലാണ്. സോ വാസ് എന്നുള്ളത് സിംഗുലർ ആണ്. സോ തിങ്സിന്റെ കൂടെ എന്തു മാത്രമേ കോമ്പാറ്റിബിൾ ആവുള്ളൂ? ഇവിടെ വേറെ ആവുള്ളൂ. സോ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണ്? വാസ് എന്നുള്ളത് വേറായി. നമുക്ക് ഇനി മുന്നോട്ട് വായിക്കാം. ഓൺ ഹിസ് ലെറ്റേഴ്സ്. പ്രശ്നം, അവന്റെ കത്തുകളിൽ ഓൺ ഹിസ് ലെറ്റേഴ്സ് എന്ന് പറയില്ല. എന്ത് പറയണം? ഇൻ ഹിസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കോൾഡ് ഹിസ് എസ്റ്റേറ്റ് ഷിംറ. ഓക്കെ, നിങ്ങൾക്ക് അത് വായിക്കാൻ അറിയാം അല്ലെ? എന്താണ്? ഷിംറ ഷോ. ഓക്കെ, കോർണ ഓർ ഹിമാലയോസ്ക്. ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയോസ്കി ഇൻ ആഫ്റ്റർനൂൺ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അവിടെ നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു വേർഡിനെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം ഒരു വേർഡ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അറ്റ് ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയോസ്ക് ഇൻ ആഫ്റ്റർനൂൺ എന്നുള്ളത് ഇൻ ദ ആഫ്റ്റർനൂൺ എന്നാക്കണം. സ്പെസിഫിക് ആണ്. സോ അവിടെ എന്താക്കണം? ഇൻ ദ ആഫ്റ്റർനൂൺ എന്നാക്കണം. സോ ഇതാണ് 4 മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. സോ ഇതുപോലെയുള്ള മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് എഡിറ്റിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ചെയ്ത് പഠിക്കാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എഡിറ്റിംഗ് ആണ്. അതെങ്ങനെ ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാമെന്നാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ഐ വിൽ സീ യു ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എവരിവൺ.